ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെർട്ടിക്കുലർ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നല്ല, പല ഷോപ്പിംഗ് സൈറ്റ്സിൽ എല്ലാം കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്തതല്ല, പലപ്പോഴായിട്ട് ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വച്ചേക്കുമായിരുന്നു. ഒരുപാടാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മൈ ചാനൽ ശ്രീവിദ്യ സ്പേസ്. അൺബോക്സിങ് അല്ലെങ്കിൽ ഹോൾ വീഡിയോ ചെയ്യണം എന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കളക്ട് ചെയ്ത് എൻ്റെ പൊട്ടിച്ച് നോക്കാനുള്ള വ്യഗ്രതയൊക്കെ അടക്കി പിടിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ഇപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും ആക്ച്വലി ഇതിൽ ബില്ലിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രൈസ് ഡീറ്റെയിൽസും എൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ബോക്സ് പൊട്ടിക്കാം. ഞാൻ കൂടുതലും ഡെക്കോർ ഐറ്റംസും കിച്ചണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുള്ളതൊന്നും അറിയത്തില്ല. ഇത് ഞാൻ ഇങ്ങനെ കുറച്ച് ഡെക്കോർ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. കണ്ടില്ല, ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കാനും പിന്നെ കിച്ചണിലൊക്കെ വെക്കാനായിട്ട് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഷോപ്സിൽ നിന്നാണ് വാങ്ങിയത്. ഷോപ്സിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ പ്രൈസ് 6 പീസാണുള്ളത്. ഇതിൽ എല്ലാം ഒരുപോലത്തെ അല്ല, ഇത് വേറെ നല്ല ലാഭമാണ് ഗൈസ്. കാരണം ക്വാളിറ്റി ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഡെക്കോറായിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഭംഗിക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ വെക്കാനും പിന്നെ നമ്മളെ വിൻഡോ സൈഡിലൊക്കെ വെക്കാനൊക്കെ ഇത് തന്നെ ധാരാളം. ഇത് എന്തായാലും 6 പീസാണ്. ഇത് 200-നകത്തേ വരുന്നുള്ളൂ റേറ്റ്. അപ്പോൾ എന്തായാലും ലാഭമാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 144 ആണ്. അടുത്തത് ഇത് മീഷോ ആണ്. ഇതൊരു കിച്ചൺ ടേപ്പാണ്. അതായത് ഈ ഗ്യാപ്പൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് അല്ലെങ്കിൽ വെള്ളമൊക്കെ പോകുന്ന ആ ഒരു ഏരിയയിൽ സിങ്കിൻ്റെ ചുറ്റിനൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു ടേപ്പാണ്. നല്ല കട്ടിയുണ്ട്. ഇതിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തേക്കാം. നല്ല കട്ടിയുണ്ട് ഗൈസ്. ഇതും നല്ല ലാഭമാണ്. ഇതിനും ഞാൻ ഒരുപാട് റേറ്റ് ഉള്ളതെന്ന് വാങ്ങിയിട്ടില്ല. എന്തായാലും ഇതും 200-നടുത്തേ വരത്തുള്ളൂ. ഇപ്പോഴത്തെ റേറ്റ് 148. ആമസോണാണ്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഇത് ആക്ച്വലി ഞാൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത് ആക്ച്വലി കൊണ്ടുവന്നത്. ഇതൊക്കെ ഞാൻ വീട്ടിൽ വന്ന് പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം എന്താ സംഭവം എന്നറിയില്ല, പക്ഷെ എന്തൊക്കെയോ കിളിങ്ങെന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. പൊട്ടിയിട്ടാണോ ഉള്ളതെന്ന് അറിയില്ല. പൊട്ടിയിട്ടാണെങ്കിൽ റിട്ടേൺ കൊടുക്കാം. പൊട്ടിയതല്ല ആക്ച്വലി, ഇതും ഡെക്കോറാണ്. ഇതിലെന്താ കിളിങ്ങിയെന്ന് വെച്ചാൽ പൊട്ടിയതല്ല കാര്യം ഇതിനകത്തു നിന്നാണ് ആ കിളുക്കം വരുന്നത്. കുറച്ച് ഇങ്ങനത്തെ പീസസ് ഇട്ടേക്കുന്നതാണ്. ഓക്കെ, ഇത് സെപ്പറേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ 4 പീസസ് ആണുള്ളത്. എന്നിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. കൂടുതലും ഡെക്കോർ ഐറ്റംസ് ആണ് വാങ്ങിയത്. അപ്പോൾ ഇത് ആമസോണിലാണ്. കുറച്ചും കൂടി, പക്ഷേ ഇത് കുറച്ചുകൂടി ചെറിയ ബേസാണ്. ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട്. ഇത് ഷോപ്സിയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ അതാണ് തോന്നുന്നത്. നെക്സ്റ്റ് ഇതാണ്. ഇത് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ പുറത്തെടുത്തില്ല, പൊട്ടിച്ച് നോക്കി. ഇത് നമ്മുടെ വുഡിൻ്റെ ഒരു കട്ടിംഗ് ബോർഡാണ്. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ നല്ല കട്ടിയുണ്ട്. ഇതിൻ്റെ റേറ്റും ലിങ്കൊക്കെ ഇട്ടേക്കാം. ഇതിൻ്റെയും ഇപ്പോഴത്തെ റേറ്റ് 122 ആണ്. ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. നെക്സ്റ്റ് ഇത് പൊട്ടിക്കാം. ഇത് ഏത് സൈറ്റിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൊട്ടിക്കാം. ഇത് നമ്മുടെ
നമ്മുടെ പൈപ്പിൽ ഇങ്ങനെ വെക്കത്തില്ലേ, ആ പൈപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഫിൽറ്റർ ചെയ്ത പോലെ വെള്ളം വരത്തില്ലേ, ആ സാധനം. ഇതെനിക്ക് കിച്ചൺ ടാപ്പിൽ ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. ഇപ്പോഴത്തെ റേറ്റ് 95. ഇനി നെക്സ്റ്റ് ഇതും 85 വരത്തില്ല. എന്തായാലും ആമസോൺ, ഷോപ്സി, മീഷോ ഇത് മൂന്നിനാണ്, സോറി ഫ്ലിപ്കാർട്ടും കൂടെ ഉണ്ട് കേട്ടോ. ആമസോൺ, ഷോപ്സി, മീഷോ, ഫ്ലിപ്കാർട്ട് ഇത് നാലിനാണ് ഞാൻ വളരെ കമ്പയർ ചെയ്ത് കുറച്ച് വില എന്താ എൻ്റെ ബഡ്ജറ്റിൽ നോക്കിയാണ് ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുന്ന സാധനമാണ്. സിലിക്കോണിൻ്റെ ഐസ് ക്യൂബ് ട്രേ ആണത്. പക്ഷെ ഇത് ഭയങ്കര കാരണം എനിക്ക് നമ്മുടെ ഫ്രിഡ്ജിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഐസ് ക്യൂബ് ട്രേ ഇങ്ങനെ ആക്കുമ്പോഴേക്കും പലതും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇങ്ങനെ ഈസി ആയിട്ടാക്കി എടുക്കുന്നത് വേണം കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഞാൻ ഇഷ്ടംപോലെ നോക്കിയിട്ടുണ്ട് സിലിക്കോണിൻ്റെ ഐസ് ട്രേ. പക്ഷെ ഭയങ്കര വിലയാണ്. ഒരുപാട് നോക്കി, നല്ലതാണ്, നമുക്ക് നല്ല വലിപ്പമുള്ളതൊക്കെയാണ്, പക്ഷെ അതിനനുസരിച്ച് നല്ല ഇത് ക്യൂബിൻ്റെ വളരെ ചെറിയ ക്യൂബാണെങ്കിലും എന്തായാലും 3 എണ്ണം ഉണ്ട്. ഞാൻ എന്തായാലും ഒരു 200 അകത്തായിരിക്കും ഇതിൻ്റെ റേറ്റ് എന്തായാലും ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും വളരെ നല്ല ലാഭമാണ്. ഒന്നിനും എനിക്ക് തീരെ ക്വാളിറ്റി ഇല്ലാതെ തോന്നിയിട്ടില്ല. എല്ലാം ആ ഒരു റേറ്റിനുള്ളിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഇപ്പോഴുള്ള റേറ്റ് 161. ഇതിൻ്റെ കവറൊക്കെ ഭയങ്കര ശോചനീയ അവസ്ഥയായി. അത്രയും നാളായിരിക്കും. ഇത് ഫ്ലിപ്കാർട്ടാണ്. ഇത് ഞാൻ നമ്മുടെ കോർണർ സ്റ്റാൻഡാണ്. കിച്ചണിലൊക്കെ കോർണറിൽ വയ്ക്കാൻ ഞാൻ ഓയിൽ ഐറ്റംസും അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ കോർണറിൽ വയ്ക്കാനുള്ള സ്റ്റാൻഡ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോഴത്തെ റേറ്റ് 157. ഭയങ്കര കൊതി പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ വാൾപേപ്പറാണ്. ഇതൊരു റെൻറ്റഡ് ഹോമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കിച്ചണിൽ എനിക്ക് കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നത് ഒരു ഗ്യാസ് സ്റ്റവ് പഴയതായിരുന്നു. അപ്പോൾ അതെന്തായാലും അതും വാങ്ങിയിട്ടുണ്ട്. അതും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, അത് വാങ്ങി വെച്ചേക്കാണ്. അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിലൊരു പുതിയ ലുക്കിലേക്ക് ആക്കാനാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. അപ്പോൾ കിച്ചൺ ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് വാൾപേപ്പറാണ്. ഇത് തുറന്നു നോക്കാം. സാധാരണ ഞാൻ എല്ലാ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതൊരു വുഡിൻ്റെയൊക്കെ കളർ വരുന്നൊരു വാൾപേപ്പറാണ്. അപ്പം ഞാൻ അത് കണ്ടത്, പക്ഷേ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയത്. ഈ കളർ ഒരു പിസ്ത ഗ്രീൻ കളറാണ്. ഇത് ഒട്ടിച്ചേക്കാണ്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ ഇളക്കി ഒട്ടിക്കാനുള്ള ഒരു സ്റ്റിക്കറുണ്ട്. ഇത് ഞാൻ ഒട്ടിക്കുമ്പോൾ എന്തായാലും ഞാൻ ഒട്ടിക്കുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇത് എത്രത്തോളം ഓക്കെ ആണെന്ന് അറിയില്ല, നോക്കിയിട്ട് കാണിച്ചു തരാം. ഏതായാലും കാഴ്ചയിൽ അടിപൊളിയാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇത് വേർത്താണ്. 134 ആണെങ്കിലും ഓഫറുണ്ട് 170. പിന്നെയുള്ളത് ഒരു 2-3 സാധനങ്ങൾ ഉണ്ടായിരുന്നു പിടിച്ചു നിർത്താൻ പറ്റാതെ പൊട്ടിച്ചു പോയി ഗൈസ്. പിന്നെ ഇനി എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഡെക്കോറായിട്ടാണ്. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ. ഞാൻ കൂടുതൽ ഷോപ്സി തന്നെയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെയാണ് ഷോപ്സി. അയ്യോ, ഒരു ലീഫ് കട്ട് ചെയ്തു. ഓക്കെ, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതൊരു ഡെക്കോറേറ്റാണ്. ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടി ഇതിപ്പോൾ എല്ലാം കൂടെ കുരുങ്ങിയിരിക്കുകയാണ്. ഞാൻ സെറ്റ് നല്ല സാധനം, ഒരു സ്മെല്ല് കൊള്ളില്ല. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അപ്പം ഇത്രയൊക്കെയാണുള്ളത്. ഇനി എക്സ്ട്രാ ഞാൻ പൊട്ടിച്ച ഐറ്റംസ് കാണിച്ചു. എക്സൈറ്റ്മെൻറ്റ് കാരണം പൊട്ടിച്ചു പോയ കുറച്ച് ഐറ്റംസിൽ ഒരെണ്ണമാണിത്. ഇത് ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു ഫേമസ് സെലിബ്രിറ്റി ഒരു ഇൻ്റർവ്യൂവിൽ ഷെയർ ചെയ്തൊരു ബുക്കാണ് സൈക്കോളജി ഓഫ് മണി. ഇത് വായിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ഒരു മുകളിലുള്ള ഒരു ബുക്ക് ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ നല്ല വിലയായിരുന്നു.
സോ അപ്പോൾ വാങ്ങിയില്ല. പക്ഷേ ഓൺലൈൻ നോക്കിയപ്പോൾ അവിടെ ചോദിച്ചതിനേക്കാളും വളരെ റേറ്റ് കുറവായിട്ട് തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി. അപ്പോൾ ഞാനിത് വായിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇട്ടേക്കാം, എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ട് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. One eternity later. എന്താണ് പൊട്ടിച്ച് ഉപയോഗിച്ചതെന്ന് എനിക്ക് ഓർമ്മയെ വന്നില്ല. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സാണ് വാങ്ങിച്ചിരുന്നത്. എൻ്റെ ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോയിൽ ഞാനത് കാണിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ 209 ആയിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് 185 ആണ്. 6 പീസസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഹോൾ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി ഇതുപോലൊരു ഹോൾ വീഡിയോ ഇതുപോലെ കുറച്ച് മാസങ്ങൾ വെയിറ്റ് ചെയ്ത് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് വേറൊരു ഹോൾ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.